ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിത മരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനും പീഡനത്തിനും ഇരയായ യുവതി 6 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം കൂടി ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി ലിഡിയ ജേക്കബാണ് ചേരുന്നത്. ലിഡിയ, പെൺകുട്ടിയുടെ മരണം എപ്പോഴാണ് ഉണ്ടായത്? ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം നാളെയായിരിക്കുമോ? ദിവ്യ, അല്പസമയത്തിന് മുൻപെയാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ അറിഞ്ഞത്. പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു എന്നുള്ളത് നമ്മൾ വളരെ അധികം എല്ലാവരും അമ്മയടക്കം എല്ലാവരും വളരെ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ വളരെ ദൗർഭാഗ്യകരമായി പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് നമുക്കറിയാൻ സാധിച്ചത്. പെൺകുട്ടിയുടെ മൃതദേഹം നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. പോലീസ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ ഇന്ന് തന്നെ പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം നടപടികൾ നാളെ രാവിലെയാണ് ഉണ്ടാവുക. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാകും പോസ്റ്റ്മോർട്ടം എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സംസ്കാര ചടങ്ങുകളും ഇന്ന് നാളെ വൈകുന്നേരത്തോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ അത്തരത്തിലാണ് സംസ്കാരത്തെക്കുറിച്ചുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഞായറാഴ്ച ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ദേഹത്ത് ആക്രമിച്ചതിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഒപ്പം കഴുത്തിൽ ഷാൾ മുറുകിയതിൻ്റെ പാടുകളുണ്ടായിരുന്നു. തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിയേറ്റിരുന്നു. അത്തരത്തിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് പെൺകുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ പോലീസ് പുതിയ കസ്റ്റഡിയിലെടുത്ത് കേസൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ കൊലപാതക ശ്രമവും ബലാത്സംഗവും അടക്കമാണ് ചുമത്തിയിരുന്നത് പ്രതിക്കെതിരെ. എന്നാൽ ഇനി പെൺകുട്ടി മരിച്ചതോടെ കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താകും ഇനി കേസ് രജിസ്റ്റർ ചെയ്യുക. ഇന്ന് തന്നെ പ്രതിയെ ഒന്നുകൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയൊക്കെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് തന്നെ ഉണ്ടാകും തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ അറിഞ്ഞിടത്തോളം കേട്ടിടത്തോളം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തു വരുന്നുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോക്ടർമാർ നമ്മോട് പ്രതികരിച്ചത് പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയായിരുന്നു. എല്ലാവിധ വൈദ്യസഹായങ്ങളും നൽകിയെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അത്രയധികം ക്രൂരമായ അല്ലെങ്കിൽ അത്രയധികം ആഴത്തിലുള്ള മുറിവുകളും കാര്യങ്ങളും ഒക്കെ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. മുറിവുകളിലൊക്കെ ഉറുമ്പരിച്ചിരുന്നു. ഇത്തരത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ കഴുത്തിൽ ഷാൾ മുറുക്കി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പ്രതി പറഞ്ഞിരുന്നത്. അതിനുശേഷം പെൺകുട്ടിയുടെ ഷോള് ഈ പ്രതി അറുത്തുമാറ്റിയാണ് പെൺകുട്ടിയെ താഴേക്ക് ശേഷമാണ് പെൺകുട്ടി താഴേക്ക് വീണത്. ശേഷം മൂക്കും വായും പൊത്തിപ്പിടിച്ച് പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതി മറുപടി നൽകിയിരുന്നത്, പ്രതി പറഞ്ഞിരുന്നത്. അത്തരത്തിലാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ. നിലവിൽ പെൺകുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവ്യ.